ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തി രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്തേക്കാണോ വരുന്നത്? ശത്രുക്കളുടെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടോ? ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു ചിന്തിക്കുന്ന ആ ഒരു മെന്റാലിറ്റി എന്നുള്ളത് യെസ് ഡീപ് നോയിങ് ആണ്. അതായത് നമുക്കിവിടെ ആദ്യമേ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം, അതുമാത്രമല്ല നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും ഒരുപാട് അകലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു എന്താ പറയുക, അതായത് എന്താ പറയുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ കാണാനോ സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. നിങ്ങൾ ഒരുപാട് ദൂരെ ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എവിടെയാണെന്നും എന്താണെന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും ആരോടൊപ്പമാണെന്നും ആരുടെയൊക്കെ കൂടെയാണെന്നും ഏത് അവസ്ഥയിലാണെന്നും അറിയാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെവർ എൻഡിങ് സ്റ്റോറിയാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളും ഒരുപക്ഷെ ഈ ഒരു ചിന്ത ചിന്തിക്കാറുണ്ടായിരിക്കാം. അതായത് ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ടാകാം. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കർമ്മകൾ ബേസ് ചെയ്ത് കിടക്കുന്ന, ഒരുപാട് കർമ്മകൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ പെട്ടെന്നൊന്നും നിന്നു പോകത്തില്ല. കാരണം ഈ ഒരു കർമ്മകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു നെവർ എൻഡിങ് സ്റ്റോറിയാണ്. ഇത് ആര് വിചാരിച്ചാലും എങ്ങനെയൊക്കെ വിചാരിച്ചാലും ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നെവർ എൻഡിങ് സ്റ്റോറി, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാകാം. അതായത് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്നതോടുകൂടി മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീവ് ടുഗെദർ ദ ക്രൗൺ യു ഡിസേർവ് ദ തോൺസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് കഴിയുന്നത്രയും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, സമയം ചെലവഴിക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ട് അതെല്ലാം തന്നെ
എന്താ പറയാ, അതെല്ലാം തന്നെ നിന്നു പോകുന്ന അല്ലെങ്കിൽ നിലംപതിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശത്രുക്കളൊക്കെ എവിടെയാണോ അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം തുടങ്ങണം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. നിങ്ങളുമായി ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തിക്കില്ല. പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെ തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും താൻ ഒറ്റക്കാണ്, താൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റക്കാണ് എന്നുള്ള ചിന്ത തന്നെയാണ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വ്യക്തി വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. മേ ബി ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊക്കെ ആഘോഷിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല, അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സ്മെല്ല്, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സംസാരം, ചിരി, വർത്തമാനം, ഇതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കും, ഒരു വലിയൊരു കൊട്ടാരമാണ്, രാജകൊട്ടാരത്തിന്റെ ഒരു മൈതാനമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് മനോഹരമായ പുഷ്പങ്ങളുണ്ട്, വളരെ മനോഹാരിതയുണ്ട്. പക്ഷേ ഈ ഒരു രാജാവ് ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെടലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പുഷ്പത്തെ നോക്കിക്കൊണ്ട് നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ വ്യക്തി എന്താ പറയാ, അത്രയും വലിയൊരു രാജകീയമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു ജീവിതമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അവിടെ മിസ്സിംഗ് ഫീൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, സ്വന്തം ഇഷ്ടങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല, അവനവന്റെ കാര്യം പരാജയത്തിലേക്ക് പോകും, അവനവന്റെ പ്രണയം നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ്, അല്ലെങ്കിൽ തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം നിറയെ നിങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സ്നേഹം ഈ വ്യക്തി ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കാൻ തയ്യാറുമല്ല. ഓക്കെ, എ മാൻ ഹോൾഡിങ് എ ഹാർട്ടാണ്, അതായത് ഈ വ്യക്തിയുടെ ഹൃദയം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ വ്യക്തിക്ക് അത്രമാത്രം നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, ഈ വ്യക്തിയുടെ സ്നേഹം അത്രമാത്രം നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം, അതായത് നിങ്ങളുടെ പ്രാർത്ഥന, കാരണം ഇവിടെ ഡിവൈൻ എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം അതിവിടെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, ദൈവങ്ങളുടെ അനുഗ്രഹം എല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇതോടുകൂടി അവസാനിച്ചു, അല്ലെങ്കിൽ ഇതോടുകൂടി ഈ പ്രണയം അവസാനിച്ചു, ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ഈ പ്രണയബന്ധത്തിലേക്ക് വരുന്നതും അതിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പുതിയൊരു തുടക്കം ഉണ്ടാവുന്നതും.
നിങ്ങൾ രണ്ടുപേരും സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരിക്കാം പുതിയൊരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷെ പുതിയൊരു റിയൂണിയൻ ഉണ്ടാകും. അത് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശത്രുക്കളെ പേടിച്ചു നിന്നിരുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ആ അവസ്ഥകളൊക്കെ മാറുന്നുണ്ട്. ശത്രുക്കൾ നിങ്ങളെ വിട്ടു പോകുന്നുണ്ട്, ശത്രുക്കൾ അകന്നു പോകുന്നുണ്ട്. ഓക്കെ, കാരണം അത് ദൈവത്തിന്റെ അനുഗ്രഹം വരുമ്പോൾ, പോസിറ്റീവ് എനർജി വരുമ്പോൾ നെഗറ്റീവ് എനർജി പുറം തള്ളുന്നതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.